വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. ഇതെൻ്റെ എക്സാമിൻ്റെ ഒരു ഡേ ആണ് കേട്ടോ. എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇന്ന് ഫൈനൽ എക്സാം ആണ് കേട്ടോ. അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ്. ദിസ് ഈസ് മൈ എക്സാം സ്പെഷ്യൽ ബ്ലോഗ് അല്ലേ ഏട്ടാ? അതെ, നമ്മൾ എക്സാമിന് നമ്മൾ ഫാമിലി ആയിട്ട് പോകാറുള്ളൂ. അങ്ങനെ പോകും വഴി എൻ്റെ ടീച്ചറിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകും വഴി ഒരു 1/8 പണിയും കൂടെ കിട്ടി. എൻ്റെ ബാഗിൻ്റെ സിബ് പൊട്ടിപ്പോയി. അങ്ങനെ വാങ്ങിച്ചിട്ട് 1 ടൈം യൂസ് ആയുള്ളൂ. അപ്പോഴേക്കും ഞാൻ ആ വാങ്ങിച്ച കടയിൽ തന്നെ, ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അവിടേക്ക് ഞാൻ കൊണ്ടു കൊടുത്തു കേട്ടോ, ശരിയാക്കാൻ വേണ്ടിയിട്ട്. അവർ പെട്ടെന്ന് ശരിയാക്കി തരുകയും ചെയ്തു. കാണാൻ പറ്റത്തില്ല, വരുന്നുണ്ട് ഗൈസ്. എല്ലാം സിബ് ശരിയാക്കിയിട്ട് സിബ് ശരിയാക്കിയാ തിരിച്ചെടുക്കേട്ടാ. ഓ ശരി, നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളാം. പരീക്ഷ ചെയ്തോ? പാസ്സാവോ? പരീക്ഷ പാസ്സാവോ? A+ മേടിക്കോ? A+ മേടിക്കോ? അങ്ങനെ ബാഗൊക്കെ ശരിയാക്കി നമ്മൾ ക്ലാസ്സിലോട്ട് കയറി കേട്ടോ. അതൊരു എനിക്ക് കുറച്ച് ടെൻഷനായി. ഞാൻ ബാഗ് കൂടെ പൊട്ടിപ്പോയപ്പോൾ അയ്യോ എന്ത് ചെയ്യും, പൊട്ടിയതല്ല, സിപ്പ് പോയി, എൻ്റെ ഇളവി പോയി. അങ്ങനെ ഓട്ടം പിടിച്ച് ഞാൻ വന്ന് കയറി വിജയകരമായി ഞാൻ എക്സാമും പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങി. റിസൾട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും ഹോപ്പ്ഫുള്ളി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി കേട്ടോ. അപ്പം ഇവർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പം ഇവരവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വസുവിനൊരു ജ്യൂസ് പാസിലൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ വസുവിന് ഞാൻ കാറിലിരുന്ന് ജ്യൂസൊക്കെ കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചേട്ടനെ കൂടെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്കൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്കൊരു ടെൻഷനാണോ എക്സാം എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് പൊതുവെ ഒരു ടെൻഷനാണ്. അപ്പം ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, അപ്പം ഏട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വസുവിന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. രണ്ട് ചെല്ലപ്പിള്ളകളിരുന്ന് ഗെയിം കളിക്കുന്നു. അതെ, കുറച്ചു മുന്നേ തന്തവയ്പെന്ന് പറഞ്ഞ ആളാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്, ഇവരെപ്പോഴും പറയും കട്ടച്ചക്കുഴിയിൽ ഒരു നല്ലൊരു കടയുണ്ട്, അവിടെ നല്ല ചിക്കൻ പെരട്ടും നാടൻ ചിക്കൻ പെരട്ടും അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ പോകുമ്പോഴേ ഇതുപോലെ ഒരു വീട്ടിൽ നല്ല പുകയും വില്ല, നല്ല പൂത്ത് തളർത്ത് കിടക്കുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ കട്ടച്ചക്കുഴിയിലെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ പെരട്ട് കിട്ടണം. ചിക്കൻ പെരട്ടും തോരനൊക്കെ കിട്ടണ ഒരു കട. അങ്ങനെ നമ്മൾ അവിടെ വന്നപ്പോഴേക്കും ഈ ചില്ലിക്കൊട്ടിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് എൻ്റെ കുട്ടിയുടെ അട്രാക്ഷൻ. അപ്പോൾ നമുക്ക് തണുത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വന്ന് തണുപ്പില്ലാത്ത ഒരു ഗോലി സോഡയാന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊരു ഓറഞ്ച് ഫ്ലേവർ, അല്ലെങ്കിൽ അവിടുന്ന് വരിയയിൽ നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവിടുന്ന് ഒരു തണുപ്പില്ലാത്ത ഒരു ഗോലി സോഡ വാങ്ങിച്ചു കേട്ടോ. അതും വാങ്ങിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ്. ഇതുപോലെ ഇലയിലാണ് കേട്ടോ അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിച്ചത് ചിക്കൻ പെരട്ട്, പിന്നെ ഞാനൊരു കാന്താരി ചിക്കൻ. അപ്പം കാന്താരി ചിക്കൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഴിഞ്ഞൻ കാന്താരി ചിക്കൻ്റെയൊക്കെ ഒരു അതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ. പിന്നെ വസുവിന് വാങ്ങിച്ചത് നമ്മൾ 2 ദോശ വാങ്ങിച്ചു. പിന്നെ നമ്മൾക്ക് പൊറോട്ട, പുട്ടും അതുപോലുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ പൊറോട്ട വാങ്ങിച്ചു. ചേട്ടൻ പൊട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഐറ്റമാണ് കേട്ടോ. കാരണം എപ്പോഴും ഇവർ പറയും കട്ടച്ചക്കുഴിയിൽ ഈ ഒരു ഐറ്റം ഭയങ്കര ഫേമസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ, ഈ കൊണ്ടുവച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാന്താരി ചിക്കൻ. എൻ്റെ മനസ്സിലെ കാന്താരി ചിക്കൻ ഒരു വേറൊരു കളറായിരുന്നു. എനിവേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നന്നായിട്ടിരുന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തു. അവിടുത്തെ കസ്റ്റമർ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം വസുവിന് ഇതുപോലുള്ള ഗ്രേവി ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടമൊന്നുമല്ല, അവനും കഴിക്കുകയൊന്നുമില്ല എരിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ദോശയുടെ കൂടെ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ഉണ്ടാക്കിയതിനകത്ത് നിന്നാണ് കേട്ടോ വസുവിന് കൊണ്ടു തന്നത്. അതെനിക്ക് ഇഷ്ടമായ ആ ഒരു കാര്യം, അത് എടുത്ത് പറയേണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല, മോസ്റ്റ്ലി അങ്ങനെ ആളുകൾ ചെയ്യാൻ കുറച്ച് മടിയാണ്. ഇല്ലാന്നിങ്ങ് പറഞ്ഞു ഒഴിവാകുമല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ലിവർ ഫ്രൈയോ പെരട്ടോ അങ്ങനെ എന്തോ കൂടി വാങ്ങിച്ചു. എനിക്ക് പൊതുവേ ലിവർ എനിക്കിഷ്ടമല്ല. അങ്ങനെ നമ്മൾ
ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് സുസു കട്ടച്ചുകോഴി ഫുഡ്? സൂപ്പർ. അങ്ങനെ നമ്മുടെ വയറൊക്കെ നിറച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടായിട്ടോ. സോ നല്ല ഉറക്കപ്പിച്ചിലിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വ്ലോഗ്സ്.